പുറത്ത് പറ്റാനാ, കുടിക്കാനല്ല. ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം. കാശൊന്നും കൊടുക്കണ്ട. ദിവസം 3 നേരം. എന്താ? ഇവൾക്കൊരു വയറ്റുവേദന. എപ്പോ തുടങ്ങി? കുറച്ചു നാളായി. ഈ കുപ്പി ഒന്ന് കഴുകിക്കൊണ്ട് വരാൻ പറ്റില്ല. കഴുകിയിട്ട് പോകുന്നില്ല, മരുന്നിന്റെ കറയാ. എന്താടി? എന്ത് പറ്റി? ഇത് ആശുപത്രിയോ വ്യഭിചാരശാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാൻ ഞാൻ അവിടുന്ന് പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടാണെങ്കിൽ വാണോ? ഇങ്ങോട്ടാണെങ്കിൽ വരാൻ. തന്റെ ചികിത്സ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ടാണെങ്കിൽ വരാനാ പറഞ്ഞത്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ? പരിശോധിക്കാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കയറി പിടിച്ചിരിക്കും. ഇത് കണ്ടോ? എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തമ്പീടെ അനിയത്തിയായിരിക്കും. എടി, നീ ആ പുഷ്പാങ്കരം പോലുള്ള തെക്കിലെ നാടാക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് 4 ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞോ? ഇല്ല, നിന്നെ കടാപ്പുറത്ത് പൊക്കിക്കൊണ്ടു പോകും. സത്യം പറടി, നീ ആ തിലോത്തമ്മനല്ലേ? ഞാനൊന്നും പറയണ്ട. സത്യം പറഞ്ഞാ നിന്നെ വന്ന പോലെ തിരിച്ചു വിടാം. അല്ലെങ്കിൽ നിന്റെ കാലെ പിടിച്ച് പഠിച്ച് കിഴിയാൻ കടലെറിയും. എന്റെ പൊന്നാങ്ങളമാരെ, എന്നെ തല്ലല്ലേ. ആ രാജപ്പൻ ഡോക്ടർ റപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. എപ്പോഴെങ്ങനെ വിട്ടാ പറ്റില്ല. അവളെ ഒന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കിട്ടിയതാ? പാവം. പാവമാ? ആറാം പറഞ്ഞ പന്നിയാ. എന്തെങ്കിലും ആവട്ടെ, നീ വയ്ക്കും. ഈ പ്രേസിനി കണ്ടുപോരുത്. ഓടി ഓടി. മുട്ടേന്ന് വരുന്നതിന് മുമ്പ് കക്കാൻ പഠിച്ചിരിക്കുന്നില്ലേ? നിന്റെ എവിടെയാ തല്ലിയത്? ഇവിടെ. ഒത്തിരി നൊന്താ നിന്നെ? നീ എന്ത് നോക്കോ? കട്ടുറുമ്പിനെ എന്തിനാ? അതിന്റെ പുറകുവശത്ത് കൊമ്പുപോലൊരു സാധനമുണ്ട്. അത് മേത്തു വീണ സൂചി പോലെ തുളഞ്ഞു കയറും. നേരോ? ആ, ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം. കിട്ടി. കടിക്കുന്നുണ്ട്. എന്തോ കടിക്കുന്നേ? അയ്യോ, നമുക്ക് ഇതുവരെ കാപ്പി തന്നില്ലല്ലോ. മിണ്ടാതിരി സച്ചി, ഉഷാന്റിയുടെ അമ്മ കേൾക്കും. ഞങ്ങൾക്ക് കാപ്പി. പള്ളിക്കൂടം വിട്ടെങ്കിൽ വന്ന കേറിയില്ല. അതിനു മുമ്പ് കോപ്പി എനിക്ക് കൈ കഴിയുമ്പോൾ തരും. അവിടെ അടങ്ങിയേരി. കല്യാണി, ഉഷ മോക്ക് ഹോർലിക്സ് കൊടുത്തോ? ഇപ്പൊ കൊടുക്കാൻ കൊച്ചമ്മേ. ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കിടന്ന് കീറണ്.
ആ നാണി പുന്നാരിച്ച് ഭക്ഷണാക്കി വെച്ചിരിക്കാണ്. ഏതൊക്കെ അടുക്കളയിൽ ചെന്നിരിക്കെ. കല്യാണി, ഇനി മേലാൽ ഇവർക്ക് അടുക്കളയിൽ ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ. ശരി. എടി, ഈ സന്തതികൾ രണ്ടിനെയും ബാലന്റെ കണ്ണുമുമ്പ് കാണിക്കരുത്. അവന്റെ മനസ്സെങ്ങാനും മാറി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ പറ്റുമേ. ഞാൻ അതുങ്ങൾ ഇവിടുന്ന് കടത്തി തരാം. നമുക്കൊന്നും തരത്തില്ലേ? അവർക്കൊക്കെ കൊടുത്തിട്ട് തരുമായിരിക്കും. നമ്മുടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ. അല്ലേ, എന്തിനാ മോങ്ങണത്? ഇവിടെ തള്ള ചത്തുപോയാ? അയ്യോ, ഇത് വന്ന ഞാൻ ചെയ്ത മാരുണ്ടല്ലോ. അടുക്കണേ വാ, അടുക്കണേ വാ. കൊടുക്കല്ലോ പറഞ്ഞത്. കൈ വിടും. അയ്യോ, നിങ്ങളെ ഞാനിന്ന് കൊല്ലും. ഇനി ഈ കുഞ്ഞുങ്ങളെ എങ്ങാനും തൊട്ടാൽ അന്ന് നിന്റെ ശവമായിരിക്കും. മക്കൾ ഊണുകൂടി പോയിരിക്കും. ഇടേ ആനവറ, ഞാൻ 10 എണ്ണതിനകം കുഞ്ഞുങ്ങൾ കാത്തു കൊടുത്തിരിക്കണം. നല്ല ഒന്നാന്തര ആലോചനയാ. പക്ഷെ എന്ത് ചെയ്താ അവള് സമ്മതിക്കുകയല്ല. നേരാങ്ങളെ പറഞ്ഞു മടുത്ത്. ഇനി അടുത്താങ്ങളെ പറഞ്ഞു നോക്ക്. ഞാൻ ചോദിക്കാൻ പറ്റി. മേരിക്കുട്ടി, മേരിക്കുട്ടി, നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത്. നീ എന്താ സമ്മതിക്കാത്തത്? എനിക്ക് കല്യാണം ഇഷ്ടമില്ല. എന്താ, നിനക്ക് ചെറുക്കനെ പിടിച്ചില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയുന്നു. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ചോദിച്ചു കേട്ടില്ലേ? ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ആരാണ് അയാൾ? പറയൂ. ആരായാലും നിങ്ങൾ വാ, ഞാൻ നടത്തിച്ചു തരാം. പറയൂ, ആരാണ് അയാൾ? നീ എന്താ കരയുന്നേ? മേരിക്കുട്ടി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആരാണെന്ന് എന്നോട് പറ, ഞാൻ നടത്തി തരാന്ന് പറഞ്ഞില്ലേ? ബാബുട്ടിന് ഇതുവരെ അത് മനസ്സിലായില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബാബുട്ടിനെയാണ്. എന്താ മായി? ആ വേലക്കാരൻ നാനെ പറഞ്ഞു വിട്ട ദേഷ്യത്തിന് എന്നെ ചെരുപ്പിന്റെ അടിയിൽ സോപ്പിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ നടുവല്ലിയാ വീണത്. എന്റെ അമ്മേ, അമ്മേ. എടാ സജി, എടാ വാടാ ഇവിടെ, വാടാ ഇവിടെ. എടാ ഇങ്ങോട്ട് വരാൻ. എടാ നിന്നെ ഇന്ന് ഞാൻ പട്ടി അടിച്ചോളൂ. മദ്യവരോട് അടിച്ചു, ഇഷ്ടം പോലെ അടിച്ചു. അടിയും തൊഴിയൊക്കെ ഈ കുമാരന് പുല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ തൊട്ടാൽ കുമാരന് പഴയ കുമാരനാക്കരുതേ മാന്നെ.
എന്തിനായ മോനെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവരെ വല്ല ബോർഡിങ്ങിലും ആക്കിക്കൂടെ? സജി പോലെ മോനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് പറ്റി മോനെ? എന്താ മോനെ? എന്ത് പറ്റി? മോനെന്തിനാ കരയണേ? അതിനെന്താ, നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും. മോൻ കരയണ്ട. അപ്പൂപ്പ, മമ്മി ചെന്ന ഡാഡി തല്ലും. മമ്മി ഡാഡി തല്ലിയോ? ആ, ഡാഡി മമ്മിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കി എന്നിട്ട് തല്ലി. ആ, മോൻ പോയി കളിച്ചു. ഇന്ദു, അച്ഛൻ ഒരു കാര്യം ചോദിച്ചാൽ മോള് നേര് പറയുമോ? എന്താ? നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം? പിണക്കത്തിന്റെ കാരണം മകളുടെ ഭർത്താവ് പറഞ്ഞറിയാതിരിക്കുന്നതാണ് നല്ലത്. നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നീനയ്ക്കാണെങ്കിൽ നിലവരുന്നതെങ്കിൽ നീ കാരണം തിരക്കാതിരിക്കും. അറിഞ്ഞേ തീരുമെങ്കിൽ ഞാൻ പറയാം. നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ്. ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം. ബാല, നീ പറയുന്നതിന്റെ അർത്ഥം? മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക്, അവൾക്ക് മറ്റാരെങ്കിലും കൂടി ഉണ്ടോന്നു. ആരാണ് അയാൾ? എനിക്കറിയണം. എന്റെ അനുജൻ ബാബു. അതെ, സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഈ കുടുംബത്തിന്റെ മാന്യത ഓർത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. അമ്പടി പാഞ്ചാലി ചേട്ടനെ അനിയനെ ഒന്നിച്ച് ബാബുക്കുഞ്ഞോ? ബാബുക്കുഞ്ഞ് എന്തൊക്കെയുണ്ട് കുമാരേട്ടാ? കുഞ്ഞ് എവിടെയായിരുന്നു? നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാവോ? കുഞ്ഞ് പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശാട്ട കാര്യം പോലെയായി. വീട് നാനാവിധമായി കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും കുഞ്ഞ് ഇതൊന്ന് ശരിയാക്കണം. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഇതിലൊക്കെ കഷ്ടം. മൂത്ത് നിങ്ങൾ രണ്ടും ബോർഡിങ്ങിലാണ് കുഞ്ഞ്. ഇനിയൊന്നും കുമാരേട്ടൻ പറയണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. സജിയും നീനയും കാണാൻ അവരുടെ അച്ഛൻ വരാറുണ്ടോ? ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. കുട്ടികൾ രണ്ടും വളരെ ഗ്ലൂമിയാണ്. പേരൻസ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യാം സിസ്റ്റർ. ദേ അവര് വരുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോകണ മമ്മി എടുത്തു കൊണ്ടുപോയാൽ മതി. അവിടെ കൊണ്ടുപോകണ്ട. അങ്ങനെ പറയരുത്, ഡാഡി നല്ല കാര്യം. നല്ല ഡാഡി ആണെങ്കിൽ എന്നെ തല്ലു വെച്ചിട്ടിപ്പോ ഉഷേന്റെ അമ്മ കല്യാണി ഒക്കെ ഞങ്ങൾ തല്ലിച്ചിട്ടിപ്പോ. ഇവിടെ എല്ലാ കുട്ടികളും പറയുന്നത് ഞങ്ങളെ കാണാൻ ആരും വരത്തില്ലെന്ന്.
നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഈ ചിറ്റപ്പനുണ്ട്. ഞങ്ങള് ചിറ്റപ്പന്റെ കൂടെ വരും. മക്കളെ, അടുത്ത ആഴ്ച വന്ന് ചിറ്റപ്പൻ കൂട്ടിക്കൊണ്ടു. പ്രോമിസ്. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ചെറുതി, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കഴിഞ്ഞതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതെ ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് പോകൂ. ഞാൻ പറയുന്നത് എന്റെ കുടുംബജീവിതം നീ തകർത്തു. ഇനി ഞാൻ മരിക്കുന്നത് കൂടെ നിനക്ക് കാണണോ? ചേട്ടത്തി, മാവൻ ഇതെവിടെ പോയിട്ട് വരുന്നു? നരകത്തില്. വേണ്ട, നീ ഒരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓ ഇന്ദു, ആരാണടി അവൻ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ ആരാണെന്നാ ചോദിച്ചത്? ബാബു. ഏത് ബാബു? എന്റെ ഭർത്താവിന്റെ അനുജൻ. ഭർത്താവിന്റെ അനിയനോ അതോ നിന്റെ രഹസ്യക്കാരനോ? നാണം കെട്ടവളെ, നീ ഇത്തരക്കാരിയാണോടി? ബാലം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. അച്ഛൻ, ഞാൻ പറയുന്നു. വേണ്ട, നീ എന്നെ അച്ഛന്ന് വിളിക്കണ്ട. ഒരു പിഴയത്തവളുടെ അച്ഛനല്ല ഞാൻ. അപ്പൂപ്പ പന്ത് ചിറ്റപ്പൻ കൊണ്ടെത്തന്നതാ. അവന്റെ ഒരു ചിറ്റപ്പൻ. എടീ, ഒരു കാര്യം പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ താമസിക്കുന്നത് ഭർത്താവിന്റെ വീട്ടില. നാളെ തന്നെ നീ അവിടെ പോണം. അവന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പണി നടക്കില്ല. അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം. ഞാൻ എന്ത് ചെയ്യണം നടപ്പായി പറയുന്നു? ഒരു 500 രൂപയും കൊടുത്താ വേല റപ്പായി കാണിച്ചു തരാം. 500 രൂപയോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും പഠിക്കാതെ കയറിയിട്ടില്ല. കാശിന് വലിയ വലിയ റപ്പായി. എന്നാ വലിച്ചോണ്ടിരുന്നോ, എനിക്കെന്താ? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. റപ്പായി പിണങ്ങാതെ ഞാൻ എന്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാണ്. ആട്ടെ, നിങ്ങൾക്ക് ഒരു 200 രൂപ ഉണ്ടാക്കാവോ? എല്ലാറ്റിനും ഇച്ചിരി വെള്ളം മേടിച്ചു കൊടുക്കാനാ. അവനെ ഞാൻ കെട്ടിച്ചു തരാം. ശരി, സമ്മതിച്ചിരിക്കും. ആ